വീട്ടിൽ അമ്മ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടിയോട് എന്ത് ജോലിയാണ് പറയുക? ആ വിറക് കഷ്ണം ഒന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ പാത്രം ഒന്ന് അങ്ങോട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ദോശയൊന്ന് മറിച്ചിടും, ഇങ്ങനത്തെയൊക്കെ പണികൾ. അപ്പോൾ ഈ കുട്ടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടിയുടെ അച്ഛൻ ചോദിക്കും, ഇതെന്താ നിനക്ക് വയ്യാതെ? ഇത് വല്ല ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിക്കും. ഇത് വല്ല ബ്രഹ്മവിദ്യയാണോ, എന്തുകൊണ്ട് നിനക്ക് വയ്യ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിരുന്ന് ആലോചിക്കും, എന്താ ഈ ബ്രഹ്മവിദ്യ? അത്ര പ്രയാസമാണോ ഇത്? അത്ര പ്രയാസമാണെങ്കിൽ എനിക്ക് അത് തന്നെ പഠിക്കണം. എളുപ്പമുള്ളത് മറ്റുള്ളവർ പഠിച്ചോട്ടെ. അപ്പോൾ രാമനും രാവണനും കൃഷ്ണനും കംസനും, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിപരീതങ്ങൾ. അതുപോലെ ഷിർദി സായിബാബ, വിവേകാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ഇവരൊക്കെ നിറഞ്ഞൊരു ലോകം പതുക്കെ രൂപപ്പെട്ടു. അച്ഛനമ്മമാരുടെ സമ്മതം ചോദിച്ചു, അവർക്ക് സമ്മതമായിരുന്നില്ല. അവർ വിഷം വാങ്ങി തരാനാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛനാണ് ഉപനിഷത്തുകൾ കൊണ്ടുതന്നത്, അച്ഛനാണ് ദ സ്പീക്ക് സ്വാമി വിവേകാനന്ദ തന്നത്, അച്ഛനാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു തന്നത്. പക്ഷെ അതേ അച്ഛൻ പറഞ്ഞ വിഷം വാങ്ങി തരാനാ. നമസ്തേ സ്വാമിജി. നമസ്തേ. സ്വാമിജിയുടെ ആധ്യാത്മികതയിലേക്കുള്ള ഒരു യാത്ര അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല, അതൊന്ന് വിവരിക്കാമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് തന്നെ വിവരിക്കാൻ കഴിയുന്നത് ചെറിയൊരംശമായിരിക്കും. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും വൃത്തികൾ പ്രകടമാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുക. അതിൻ്റെ കാരണമായിരിക്കുന്ന സംസ്കാരങ്ങളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വന്തം യാത്ര സംബന്ധിച്ചാണെങ്കിൽ പോലും അതിനൊരു പൂർണ്ണതയോടുകൂടി പറയാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പറയുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് സൂചിപ്പിച്ചത്. ഇപ്പം ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കൊച്ചു കുഞ്ഞായിരിക്കണ സമയത്ത്, ഒരു 3.5 വയസ്സ് 4 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് വീട്ടിൽ അമ്മ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടിയോട് എന്ത് ജോലിയാണ് പറയുക? ആ വിറക് കഷ്ണം ഒന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ പാത്രം ഒന്ന് അങ്ങോട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ദോശയൊന്ന് മറിച്ചിടും, ഇങ്ങനത്തെയൊക്കെ പണികൾ. അപ്പോൾ ഈ കുട്ടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടിയുടെ അച്ഛൻ ചോദിക്കും, ഇതെന്താ നിനക്ക് വയ്യാതെ? ഇത് വല്ല ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിക്കും. ഇത് വല്ല ബ്രഹ്മവിദ്യയാണോ, എന്തുകൊണ്ട് നിനക്ക് വയ്യ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിരുന്ന് ആലോചിക്കും, എന്താ ഈ ബ്രഹ്മവിദ്യ? അത്ര പ്രയാസമാണോ ഇത്? അത്ര പ്രയാസമാണെങ്കിൽ എനിക്ക് അത് തന്നെ പഠിക്കണം. എളുപ്പമുള്ളത് മറ്റുള്ളവർ പഠിച്ചോട്ടെ. അപ്പം 4 സഹോദരങ്ങൾ വേറെ ഉണ്ട്. 5ാമത്തെ കുട്ടിയായിട്ടാണ് നമ്മൾ ജനിച്ചത്. അപ്പോൾ എളുപ്പമുള്ളത് അവരൊക്കെ ചെയ്തോട്ടെ, എനിക്ക് വിഷമമുള്ളത് തന്നെ പഠിക്കണം എന്നൊരു സങ്കല്പം ഉള്ളിൽ വരും. കൊച്ചു കുഞ്ഞിന് 4 വയസ്സൊക്കെ ഉള്ള സമയത്ത് എന്താ ബ്രഹ്മവിദ്യ എന്നറിയില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞ അച്ഛൻ തന്നെ അറിയുമെന്ന് സംശയമാണ്. പക്ഷേ ഈ കുട്ടിക്കത് ചിന്താവിഷയമാകും. പക്ഷേ ക്രമേണ സ്കൂളിൽ ചേർന്നു. മറ്റെല്ലാ കുട്ടികളെയും പോലെ കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ളൊരു മേഖലയിൽ പോയപ്പോൾ ബ്രഹ്മവിദ്യയും പോയി, ആ സങ്കല്പവും പോയി, ഒക്കെ പോയി, ഒന്നുമില്ല. പക്ഷേ ചെറുപ്പം തൊട്ട് നമ്മൾ മുമ്പിൽ കാണുന്ന ഈ പ്രതിഭാസങ്ങളുടെ ഒക്കെ പിന്നിൽ എന്താണ്? ഇപ്പോൾ വെള്ളം ഒഴുകുന്ന കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത്? സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂര്യൻ ഉദിക്കണത്? ഒരു മൊട്ട് പൂവായി വിടരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം? ഈ ഒരു അന്വേഷണം അല്ലാതെ കൊച്ചു കുഞ്ഞാവുമ്പോൾ തന്നെ ഉള്ളിലുണ്ടായിരുന്നു. അതിനോട് ഒന്നിച്ചാണ് മുത്തശ്ശിയിൽ നിന്ന് ദിവസവും കേൾക്കുന്ന കഥകൾ. രാമായണവും ഭാഗവതവും ഭാരതവും നിത്യവും മുത്തശ്ശി പറഞ്ഞു തരും. മുത്തശ്ശി എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ. സംസ്കൃതത്തിൽ വിദുഷിയായിരുന്നു. അതുകൂടാതെ കവിതകൾ എഴുതുമായിരുന്നു. അപ്പം ദിവസവും കഥകൾ കേട്ടിട്ടാണ് ബാഹ്യമായി ഉറങ്ങിയത്. പക്ഷെ അത് സത്യത്തിൽ ഉറങ്ങലല്ല, ഉണരലാണ്. അപ്പോൾ രാമനും രാവണനും കൃഷ്ണനും കംസനും, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിപരീതങ്ങൾ. അതുപോലെ ഷിർദി സായിബാബ, വിവേകാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ഇവരൊക്കെ നിറഞ്ഞൊരു ലോകം പതുക്കെ രൂപപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു നേരത്തെ പറഞ്ഞ സത്യ
അന്വേഷണം ഒരു ഭാഗത്ത്, ഈ കഥകളൊരു ഭാഗത്ത്, വീടിൻ്റെ സാഹചര്യം എല്ലാം കൂടി അങ്ങനെ വികസിച്ച് വന്നപ്പോൾ 4ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ഒരു ലബോറട്ടറിയൊക്കെ സ്വന്തമായി തയ്യാറാക്കുന്ന അവസ്ഥയിലെത്തി. ആൽക്കലികളും ആസിഡുകളും ഒക്കെ പരീക്ഷണങ്ങൾ, ബീക്കറുകളും ടെസ്റ്റ് ട്യൂബുകളും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതം. ഇതൊക്കെ ഒരു ഭാഗത്താണ്. മറ്റൊരു ഭാഗത്ത് മറ്റെല്ലാ കുട്ടികളെ പോലെ വികൃതിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്ത ഭാവങ്ങൾ ഒരു വ്യക്തിത്വത്തിൽ രൂപപ്പെടുന്നൊരവസ്ഥ. അങ്ങനെ അതൊരു ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ കുട്ടികൾക്ക് അസൈൻമെൻ്റ് ഒക്കെ സ്കൂളുകളിൽ ക്ലാസ്സിൽ കൊടുക്കും. അന്ന് അതൊന്നുമില്ല ഞങ്ങൾ പഠിക്കുന്ന കാലം. പക്ഷേ ആ സമയത്ത് ശാസ്ത്ര സംബന്ധമായി, പ്രത്യേകിച്ച് കെമിസ്ട്രി, ഫിസിക്സ് എന്നിവയിൽ എന്ത് ആർട്ടിക്കിൾ എവിടെ കണ്ടാലും ശേഖരിച്ച് വെക്കുക, സ്വന്തമായൊരു ശാസ്ത്ര ലോകം എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതി തുടങ്ങി. അതിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. വലിയ ബൃഹത്തായ 2 ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. ഒരു 7ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം മുന്നോട്ട് വന്നു. എന്തിനേയും നിരീക്ഷിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, ആ രീതിയിലായിരുന്നു. അപ്പം അങ്ങേയറ്റം ഈശ്വര വിശ്വാസം, അടിവരായിട്ട് പറയുകയാണ് വിശ്വാസം, അതിൽ അധിഷ്ഠിതമായൊരു കുടുംബം. ഒരുപക്ഷെ അമ്മയേക്കാൾ കൂടുതൽ അമ്മമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ അമ്മമ്മയിൽ നിന്ന് ധാർമ്മിക പാഠങ്ങൾ ദിവസവും കേൾക്കൽ, ഇതൊക്കെയായിട്ട് ആ കുട്ടി അങ്ങനെ വളർന്നു വന്നു. ക്രമേണ വായനകളുടെ ലോകത്തിലേക്ക് തിരിഞ്ഞു. ആ കാലഘട്ടത്തിലാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആവിർഭാവം. എനിക്ക് തോന്നുന്നു നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരിക്കണം. ശാസ്ത്ര കേരളം എന്നൊരു മാസിക ഉണ്ടായിരുന്നു. അവരുടെ പുസ്തക നിധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അംഗമായി ശാസ്ത്ര കേരളം എല്ലാ മാസവും വായിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ഈ കഥകളൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഈശ്വര സങ്കല്പമൊക്കെ തന്നെ ഒരു മിഥ്യാസങ്കല്പമാണ്. അതായത് സാഹചര്യങ്ങളെ ഭയപ്പെട്ടവൻ രക്ഷയ്ക്ക് വേണ്ടി ആശ്രയിച്ചൊരു സങ്കേതം മാത്രമാണ് ഈശ്വരൻ. അല്ലാണ്ട് ഈശ്വരനൊന്നും ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ആ കുട്ടി എത്തുകയാണ്. അങ്ങനെ 6, 7, 8 ക്ലാസ്സുകളിലൊക്കെ ആ രീതിയിലുള്ളൊരു വികാസമാണ്. നേരത്തെ പറഞ്ഞ ബ്രഹ്മവിദ്യയില്ല, ഒന്നുമില്ല, അങ്ങനെ പോവുകയാണ്. 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഭാഗത്ത് വായന വളരെയധികം, നോവലുകൾ, കഥകൾ, കമ്മ്യൂണിസത്തിൻ്റെ, സെക്സിൻ്റെ, അങ്ങനെ ഇന്ന മേഖല എന്നില്ല, ഒരു പരന്ന വായന. ശരിക്കും പറഞ്ഞ ഒരു ലാർവ സ്റ്റേജാണത്. പിന്നീട് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വ്രതനിഷ്ഠയോടുകൂടി ശബരിമലയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതെന്തോ വലിയൊരു പരിവർത്തനം ആ കുട്ടിയിൽ വരുത്തി. എടുത്തു പറയത്തക്കതായൊരു ഔപനിഷദമായ പഠനമൊന്നുമില്ല, ഉപനിഷത്തുക്കളൊന്നും പഠിക്കുന്നില്ല, ഈ പറഞ്ഞ വായനകളൊക്കെയാണ്. പിന്നെ ഒരു 11ാം ക്ലാസ്സിൽ, അതായത് അന്നത്തെ കാലത്ത് പ്രീഡിഗ്രിയാണ്, പ്രീഡിഗ്രിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ വായന അവിടെ നിന്നു. വായനയുടെ പരന്ന വായന അവിടെ നിന്നു. അത് ഏകദേശം 7ാം ക്ലാസ് തുടങ്ങിയതായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഇയർ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അച്ഛൻ എന്നുള്ളത് ഏതച്ഛനാണോ, ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിച്ചിരുന്ന അച്ഛൻ, ആ അച്ഛൻ തന്നെ. അച്ഛൻ ഒന്നല്ലേ ഉള്ളൂ. പക്ഷെ പിന്നെ ആ അച്ഛൻ എന്ന് പറഞ്ഞത് ഈ കുട്ടിയുടെ മനസ്സിനുള്ളിൽ ബ്രഹ്മവിദ്യ എന്നൊരു ബീജം 4 വയസ്സുള്ളപ്പോൾ പാകിയ അച്ഛൻ എന്നാണ് ഉദ്ദേശിച്ചത്. ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ എന്നുള്ളൊരു കൊച്ചു പുസ്തകം. കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്കല്ല, അത് ബുക്ക്ലെറ്റാണ്. ചെറിയ ഇത്രയും വലുപ്പമുള്ളൂ. കൊണ്ടുവന്നു തന്നു. ഇപ്പോൾ കോളേജിൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, സയൻസ് ഗ്രൂപ്പിനാണ് പഠിക്കുന്നത്. പുറത്ത് വായനകൾ ഉണ്ടായിരുന്നു, കുറഞ്ഞു. 9, 10 ക്ലാസ്സിലെ കുട്ടിക്ക് എന്തൊക്കെ നെറുകേടുണ്ടാകാമോ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഡിഗ്രി കുട്ടിക്ക് എന്തൊക്കെ നെറുകേടുണ്ടാകാമോ, എല്ലാം 9, 10 ക്ലാസ്സിൽ അനുവർത്തിച്ചൊരു കുട്ടിയാണ്. അത്രേ പറയുന്നുള്ളൂ. ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ശേഷം ഒരു ദിവസവും ക്ലാസ്സിൽ ഉണ്ടാവില്ല. കാരണം ജനവാതിലിന് അഴിയില്ല. നാട്ടിലടിച്ച സിനിമാ ഹാൾ ഇഷ്ടംപോലെ. ഈ ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ ഒരിരിപ്പിന്, വ്യക്തമായി ഇപ്പോഴും ഓർമ്മയുണ്ട്, 30 പ്രാവശ്യം വായിച്ചു. ഒരിരിപ്പിന് എന്തെല്ലാമോ എവിടെയൊക്കെയോ ഒരു പരിവർത്തനം. എന്താന്ന് പറയാൻ വയ്യ.
തൻ്റെ ധാരണകളിൽ എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കൂടുതൽ പഠിക്കണം. ആ കൂടുതൽ പഠിക്കണം എന്നുള്ള ചിന്തയാണ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദയിലേക്ക് നയിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ പഠിച്ച് പൂർത്തിയാക്കി. ഇപ്പം അത് 9 വോളിയാണ്. അന്ന് ഇംഗ്ലീഷിൽ 8 വോളിയാണ്. ഇന്ന് ഇംഗ്ലീഷിൽ 9 വോളിയാണ്. അന്ന് 8 വോളിയാണ്. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത, രംഗനാഥാനന്ദ സ്വാമികളുടെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും, ചിന്മയാനന്ദ സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ, അങ്ങനെ അങ്ങനെ ആണ് ഒരു ഫസ്റ്റ് പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് പ്രീ ഡിഗ്രിയും 2 വർഷം പുറമെ ഈ വ്യാപാരം. പുറമേ എന്ന് പറയാൻ കാരണം ശാസ്ത്രത്തിനകത്തേക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അവിടെ ആ കുട്ടിക്കുള്ളൊരു ഒരു അപ്പം മറ്റു രീതിയിൽ കോളേജ് വിദ്യാഭ്യാസം ഉണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, എല്ലാവരെ പോലെ വികൃതി കളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നിലും ഒരു ചേർച്ചയില്ല. അപ്പോൾ SFIൻ്റെ പരിപാടിക്ക് പോകും, KSCൻ്റെ പരിപാടിക്ക് പോകും, ABVPയുടെ പരിപാടിക്ക് പോകും, MSFൻ്റെ പരിപാടിക്ക് പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, എല്ലാവരുമായിട്ട് സ്നേഹബന്ധം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അവിടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ധാരണ കുട്ടിയുടെ ഉള്ളിൽ എവിടെയോ ഒരു ന്യൂനതയുണ്ട്. ഇതിനൊക്കെ പൂർണ്ണത കിട്ടണമെങ്കിൽ മറ്റെന്തോ ഒന്ന് ചേർക്കണം. അതായത് ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ ആയാലും ഏത് തന്നെ ആയാലും അതിനൊരു പൂർണ്ണത എനിക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റെന്തോ ഒന്ന് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ധാരണ. ആ ധാരണയാണ് ശങ്കരഭാഷ്യങ്ങളുടെ പഠനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാന പ്രേരണയായിരുന്നത് പരംപൂജ്യ മൃഡാനന്ദ സ്വാമികളാണ്. മൃഡാനന്ദ സ്വാമികളുടെ ഒരു കത്തെഴുതി സ്വാമിജിയുടെ മറുപടി വന്നത് കുട്ടി ശങ്കരഭാഷ്യം പഠിക്കൂ എന്നായിരുന്നു. അങ്ങനെ ശങ്കരഭാഷ്യം പഠിക്കണം. എന്ത് വഴിയുണ്ട്? സംസ്കൃതം പഠിച്ചിട്ടില്ല. സംസ്കൃതത്തിൻ്റെ ഒരു വൃത്തിയുണ്ട്. കാരണം അമ്മമ്മയിൽ നിന്നും അതുപോലെ കുടുംബ പശ്ചാത്തലത്തിലും എല്ലാം തന്നെ സംസ്കൃതത്തിൻ്റെ വൃത്തിയുണ്ട്. പക്ഷെ സംസ്കൃതം പഠിച്ചിട്ടില്ല. സ്കൂളിൽ സംസ്കൃതം പഠിച്ചിട്ടില്ല, കോളേജിൽ പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ശങ്കരഭാഷ്യം കിട്ടും എന്നൊക്കെയുള്ള ചിന്തയായി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അച്ഛൻ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൂർവികമായിരുന്ന ഗൃഹത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. വലിയ 2 പെട്ടിയായിട്ട്. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ 10 ഉപനിഷത്തുക്കളുടെയും ശങ്കരഭാഷ്യം മലയാള അനുവാദത്തോടു കൂടി, ഭാഷ്യവും മലയാള ലിപിയിൽ, അനുവാദവും മലയാള ലിപിയിൽ. അത് 1940കളിൽ പാലക്കാട് നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ ബ്രഹ്മസൂത്രം ഭാഷ്യം, ഭഗവത്ഗീത ഭാഷ്യം, വാൽമീകി രാമായണം, ശ്രീമദ് ഭാഗവതം കൊല്ലങ്കോട് ഗോപാൽ നായരുടെ വ്യാഖ്യാനത്തോടു കൂടി, ഇതെല്ലാമാണ്. അതിൻ്റെ ഒന്നിച്ച് പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ്. ഇതെന്തിനു കൊണ്ടുവന്നു എന്ന് അച്ഛൻ അറിയില്ല. അദ്ദേഹത്തിന് കണ്ടു, അവിടെ പലതും കണ്ടു, പക്ഷെ ഇതാണ് എടുക്കാൻ തോന്നിയത്. ഈ കുട്ടിക്ക് നിധി കിട്ടിയ പോലെയായി. അങ്ങനെ അതിൻ്റെ പാരായണത്തിലേക്ക്, പഠനത്തിലേക്ക് പ്രവേശിച്ചു. അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ 2 പേരോടാണ് കത്തെഴുതി ചോദിച്ചിരുന്ന സംശയം. ഒന്ന് പരമപൂജ്യ മൃഡാനന്ദ സ്വാമികളോട്, 2 പരമപൂജ്യ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളോട്. സംശയം ചോദിച്ചാൽ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ മറുപടി കാർഡിലായിട്ട് വരുമായിരുന്നു. കാർഡിലാണ് മറുപടി എഴുതുക. ചിലപ്പോൾ അത് തൃപ്തി വരില്ല, ചിലപ്പോൾ തൃപ്തി വരും. തൃപ്തി വന്നില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അത് കുറിച്ചെടുക്കും. എന്നിട്ട് അന്ന് താമസിച്ചിരുന്ന സാഹചര്യത്തിൻ്റെ അടുത്തുള്ളൊരു ഒരു പാറയുണ്ട്, വാണിയമ്പലം പാറ. മലപ്പുറം ജില്ലയിൽ വണ്ടൂരിനടുത്താണ് വാണിയമ്പലം. ആ വാണിയമ്പലത്താണ് ഈ വാണിയമ്പലം പാറ. അതിൻ്റെ മുകളിൽ പോയിരിക്കും. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ തിരിച്ചു വരൂ. അങ്ങനെ ഒരു ജീവിതക്രമമായിരുന്നു ആ കാലത്ത്. ഇപ്പം ഇതേ സാഹചര്യത്തിൽ സംഭവിക്കുന്ന മറ്റൊരു വിഷയം, വലിയ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു വീടിനോട്. ഒരു മനുഷ്യനോട് എങ്ങനെയാണ് അമ്മയോട് അച്ഛനോട് ഒക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക, അതുപോലെ വീടിനോട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ആ വീട് വിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. ആ വീട് വിറ്റ സമയത്ത് പിന്നെ പല വാടക വീടുകളിലായി താമസം. മാറി 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 പല വാടക വീടുകളിൽ.
പക്ഷേ ഈ വാടക വീടുകളൊക്കെ ഈ പ്രദേശത്ത് തന്നെയാണ്, വണ്ടൂർ പ്രദേശത്താണ്. അപ്പോൾ അവിടുന്ന് വാണിയമ്പലം പാറയ്ക്ക് മുകളിൽ പോകും. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് അവിടുന്ന് മടങ്ങുക. അങ്ങനെയുള്ളൊരു ഒരു ഒരു ഗതിയിൽ കാലടി ശ്രീരാമകൃഷ്ണാശ്രമമായിട്ട് ഉള്ള ബന്ധം, അവിടുത്തെ യൂത്ത് ക്യാമ്പുകൾക്ക് പങ്കെടുക്കുന്നൊരവസ്ഥാവിശേഷം, ഒരുപാട് മഹാത്മാക്കളെ പരിചയപ്പെടാനും ബന്ധപ്പെടാനുമുള്ള സാഹചര്യം, ഇതൊക്കെ ലഭിച്ചു. അങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കണ കാലത്താണ് എൻ്റെ മാർഗം സന്യാസമാണെന്നുള്ളൊരു നിശ്ചയം എടുത്തത്. പിന്നെ സ്വയം പരീക്ഷിക്കുകയായിരുന്നു, ഞാനതിന് യോഗ്യനാണോ പ്രാപ്തനാണോ. കാരണം സന്യാസം കുട്ടിക്കളിയല്ല. എടുത്തു ചാടി തനിക്ക് മാത്രമല്ല ദുഃഖം, സമാജത്തിന് തന്നെ മോശമാവും. അതുകൊണ്ട് പിന്നീടുള്ള കാലഘട്ടം സ്വയം പരീക്ഷിക്കുകയായിരുന്നു. പിന്നീട് അച്ഛനമ്മമാരുടെ സമ്മതം ചോദിച്ചു. അവർക്ക് സമ്മതമായിരുന്നില്ല. അവർ വിഷം വാങ്ങി തരാനാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛനാണ് ഉപനിഷത്തുകൾ കൊണ്ടുതന്നത്. അച്ഛനാണ് ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ തന്നത്. അച്ഛനാണ് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു തന്നത്. പക്ഷെ അതേ അച്ഛൻ പറഞ്ഞ വിഷം വാങ്ങി തരാനാ. അപ്പോൾ അത് ചെയ്യില്ല, ഒരിക്കലും നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഞാൻ പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോകുന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞ് പിന്നെ അവരെ ബോധിപ്പിക്കാനുള്ള ഒരു ജീവിതക്രമമാണ്. പുറമെ കോളേജിൽ പഠിക്കുന്നുണ്ട്, അപ്പോഴത്തെ ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷനായി, അതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് ഈ ഒരു സൂക്ഷ്മ സാധനയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു ദ്വന്ദ്വ വ്യക്തിത്വമാണ് അവിടെ. കാരണം പുറമേ മറ്റു കുട്ടികൾക്കൊന്നും അറിയില്ല ഇതൊന്നുമാണ്, ഇവൻ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ സിമ്പിളാണ്. അവൻ മറ്റു കുട്ടികളെ പോലെയുള്ള ജീവിതമല്ല. അപ്പോഴത്തേക്ക് ജീവിതത്തിനൊക്കെ മാറ്റമുണ്ട്. എങ്കിൽ പോലും ഇത്ര വേദാന്ത പഠനാണെന്നുള്ളത് പുറമെ അറിയിക്കാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെന്റിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിന്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.